guys, it's me Ammu and welcome back to my happy things. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഇമിഗ്രേഷനിൽ നിന്നും വരുന്ന വിസ ഇന്റർവ്യൂ അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നേ വിചാരിച്ചല്ല, പക്ഷെ കുറച്ച് പേര് കമൻസ് ആയിട്ടും കുറച്ച് പേര് എനിക്ക് മെയിൽ ത്രൂ എൻക്വയറി ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, ബിക്കോസ് എനിക്ക് വിസ ഇന്റർവ്യൂ ഒരു 5 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ, അതും എനിക്കൊന്ന് മുംബൈയിൽ നിന്നായിരുന്നു എന്ന് തോന്നുന്നു, ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് തന്നെ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് കുഞ്ഞിമണി 2 വയസ്സെങ്ങാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവൾ ഭയങ്കര കരച്ചില്ല. അതിനിടയ്ക്കാണ് ഞാൻ വിസ ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നുമില്ല, ഭയങ്കര ഈസിയാ, നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല, ഒരു 45 മിനിറ്റ്സ് നീണ്ട ഇന്റർവ്യൂ ആണ്, ഒരുപാട് പേർക്ക് റിജക്ഷൻ വരുന്നുണ്ടെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയുന്നത്, ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന്, ആളുടെ പേര് രാജലക്ഷ്മി എന്നാണ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു. അപ്പം ആള് കുറച്ച് പേരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത, അത് 2-3 പേരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയണത്. ചിലപ്പോൾ എല്ലാവർക്കും വിസ ഇന്റർവ്യൂ കോൾ വരണം എന്നില്ല, ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുന്നത്, കുറച്ച് ആഴോൺ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറയാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കില്ല വിസ ഇന്റർവ്യൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് തയ്യാറാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ അത് ആദ്യമേ തന്നെ പറയട്ടെ, ഇത് മാത്രം ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഇത് ഓൾമോസ്റ്റ് എല്ലാം കവറപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഓക്കെ. പിന്നെ ഇതിന് മുന്നൊരു കാര്യം പറയാം, കുറച്ച് പേരിങ്ങനെ കമൻസിൽ ചോദിക്കുന്നുണ്ട് നല്ല ഏജൻസിയുടെ പേര് പറഞ്ഞു തരാമോ, ഏജൻസി ഫീസ് എത്രയായിരിക്കും എന്ന്. സോ ഞാൻ അതിനെന്താ റിപ്ലൈ തരാത്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏജൻസി ത്രൂ അല്ല ഇങ്ങോട്ടേക്ക് വന്നത്, അതായത് ക്യാപ്പിന് അഡ്മിഷൻ എടുത്തത് അങ്ങനെയല്ല. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഏജൻസിയുടെ പേര് പറഞ്ഞു, ഒരുപാട് ഏജൻസി നല്ല ഉണ്ടായിരിക്കാം, അതിൻ്റെ ഞാനൊരു പേര് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ട്രീറ്റ് ഇൻ കേസ് നല്ലതായിരിക്കില്ല എങ്കിൽ നിങ്ങൾ പറയും അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയതെന്ന്. അപ്പോൾ പിന്നെ ഏജൻസി ഫീസിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചിടത്തോളം പലർക്കും പല ഏജൻസി ഫീസാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം എറണാകുളത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ ഏജൻസികളുടെ പേര് കിട്ടും, അവിടെ പോയി നിങ്ങൾ തന്നെ അന്വേഷിക്കുക. അപ്പം നിങ്ങൾക്ക് അവരുടെ ജെന്യൂനിറ്റി മനസ്സിലാവും, നിങ്ങൾക്ക് അവരെത്ര ഏജൻസി ഫീസ് പറയുന്നത് മനസ്സിലാവും. എന്നിട്ട് അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഏജൻസി നിങ്ങൾ ചൂസ് ചെയ്യാം, ഏജൻസി ത്രൂ വരുന്നവരാണെങ്കിൽ. അല്ലാത്തവർക്ക് സ്വയം ചെയ്യാം. പിന്നെ കുറച്ച് പേര് ചോദിച്ചു 1.5 ഇയർ ഇവിടുത്തെ ഒരു കോഴ്സ് ഉണ്ട്, പിന്നെ അതിനെക്കുറിച്ച് എന്താണെന്ന്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ അത് ചെയ്ത ഒരാളുമായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെ എടുത്ത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട്, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേഴ്സ് ആവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ GNM കഴിഞ്ഞവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. GNM കഴിഞ്ഞവർക്ക് ഇവിടെ വന്ന് നേഴ്സിംഗ് തന്നെ ചെയ്യണം, BSc കഴിഞ്ഞവർക്കേ അത് പറ്റുള്ളൂ, മീൻസ് ക്യാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയായിരുന്നു കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കിനി നമ്മുടെ വിസ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യമേ പറഞ്ഞ പോലെ ഇത് തന്നെ ആയിരിക്കില്ല കേട്ടോ ചോദിക്കുക, എന്നാലും വിസ ഇന്റർവ്യൂ വരുന്നത് ഇപ്പോൾ നടക്കുന്നത് ന്യൂസിലാൻഡ് ഇമിഗ്രേഷനിൽ തന്നെയാണ്. അപ്പോൾ ഏകദേശം വെളുപ്പിനൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ ടൈമിൽ വിളിക്കുക. ഏകദേശം ഒരു 45 മിനിറ്റ്സിന് അടുത്ത് നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആണ് ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പം നടക്കുന്നത്. ചിലപ്പോൾ അതിൽ കുറവുള്ളവരുണ്ടാവാം. ഞാൻ അറിഞ്ഞ ഇൻഫർമേഷൻ വെച്ചാൽ നിങ്ങൾക്ക് കോൾ വന്നു, ഇൻ കേസ് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അവർ പറയുന്ന നമ്പറിലേക്ക് തിരിച്ച് വിളിക്കുക, അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ട് പറയുക എനിക്കിങ്ങനെ ഒരു കോൾ വന്നിരുന്നു, എനിക്ക് ആ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ നിങ്ങളെ തിരിച്ച് വിളിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു കോൾ വരുന്നത് ചിലപ്പോൾ 2 വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും. ഇതൊക്കെ എനിക്ക് കിട്ടിയ ഞാൻ അന്വേഷിച്ചറിഞ്ഞ ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ ഇന്റർവ്യൂ കോൾ വരുമ്പോൾ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. ഉള്ള കാര്യം ഉള്ളതുപോലെ സത്യസന്ധമായി ജെനുവിനായി അവരുടെ അടുത്ത് പറയുക. അവർക്ക് അതാണ് വേണ്ടത്. ഇവിടെ ജെനുവിനിറ്റിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം വെറുതെ ആവശ്യമില്ലാതെ കള്ളത്തരങ്ങൾ മെനയേണ്ട കാര്യമില്ല. നമുക്കുള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. മൂന്നാമതൊരു കാര്യം ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം, ഇവർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണോ ചെയ്തത് ഓർ ഏജൻസി ത്രൂ ആണോ ചെയ്തതെന്നാണ്. അപ്പോൾ അതായത് നമുക്ക് വിസയ്ക്ക് ഇടുമ്പോൾ തന്നെ വിസയ്ക്ക് ഇട്ടവർക്ക് അറിയാം, അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും ഓൺ ബിഹാഫ് ആണോ ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ അഡ്വൈസറോ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും എന്ത് ചെയ്യും, നോ ഇടും, ഇല്ല ഞാൻ തന്നെയാണ് വിസയ്ക്ക് ഇടുന്നത്. പക്ഷെ ചിലപ്പോൾ
നമുക്ക് ഏജൻസി ഉണ്ടായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ചെയ്തത് ഏജൻസി ത്രൂ ആയിരിക്കും. അങ്ങനെ നോ പറഞ്ഞിട്ട് ഇവർ ഈ ഇന്റർവ്യൂവിന് അത് ആണോ, അത് ജെനുവിൻ ആണോ, ആ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പല ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോൾ കറങ്ങി തിരിഞ്ഞ് അവർക്ക് മനസ്സിലാവും അത് അല്ല, നിങ്ങൾ ഇനിഷ്യൽ പ്രോസസ്സിങ് ചെയ്ത ഒരു ഏജൻസി ത്രൂ ആണ്. അപ്പോൾ അവർ നമ്മുടെ ജെന്യൂനിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നമ്മുടെ വിസ രജിസ്ട്രേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരു ഏജൻസി ത്രൂ ആണ് അല്ലെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസർ ത്രൂ ആണ് വിസയ്ക്ക് ഇടാൻ ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ്സിങ് ചെയ്തതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അവിടെ യെസ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബിഹാഫിൽ ഒരാളുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. അത് നമ്മളുടെ പേര്, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലം, അതിൻ്റെ വാലിഡിറ്റി, എക്സ്പയറി, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. പിന്നെ വരുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് പഠിച്ച കോളേജ് ഏതായിരുന്നു, അവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ കോഴ്സ് കംപ്ലീഷൻ ഡേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി എല്ലാം ചോദിക്കും. മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്തത്? വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് ആൻഡ് വൈ ഡിഡ് യു ചൂസ് ന്യൂസിലാൻഡ്? എന്തുകൊണ്ട് ന്യൂസിലാൻഡ് എന്നൊരു കൺട്രി നിങ്ങൾ ചൂസ് ചെയ്തു? പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ DL-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടല്ലോ, ആ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, അതായത് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എന്ന് മുതൽ എന്ന് വരെ ആയിരുന്നു എക്സ്പീരിയൻസ്, ഏത് വാർഡായിരുന്നു, അവിടെ ആ ഹോസ്പിറ്റൽ എത്ര ബെഡഡ് ആയിരുന്നു, ആ ഹോസ്പിറ്റലിൽ എത്ര ഫ്ലോർ ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ നഴ്സിംഗ് ഇൻചാർജ് ആരായിരുന്നു, ആ സമയത്ത് എത്ര അവേഴ്സ് ഉണ്ടായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നോ, പിന്നെ നമ്മൾ റിസൈൻ വെച്ച ഡേറ്റ്, അങ്ങനെ A to Z കാര്യങ്ങളല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എത്ര ഫ്ലോർ ഉണ്ടെന്നോ. കാരണം അവർക്ക് അത് കറക്റ്റ് ആയിരിക്കണം എന്ന് അറിയണം. കാരണം ഇപ്പം ഈവൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വലിയ നിശ്ചയമില്ലാതെ അങ്ങനെയുള്ള ആണെങ്കിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര ഫ്ലോർ ഉണ്ടെന്ന്, ആ ഹോസ്പിറ്റലിൽ എവിടാന്ന് അങ്ങനെയുള്ള നിശ്ചയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരോട് ചോദിച്ച ചോദ്യങ്ങളാട്ടോ. നിങ്ങൾക്ക് അതൊരു ഞെട്ടലൊന്നും വേണ്ട. ഇത് കുറച്ച് പേരോട് ചോദിച്ച ചോദ്യങ്ങളാണ് രാജലക്ഷ്മി എനിക്ക് എടുത്ത് തന്നത്. താങ്ക് യു ഒന്നോടെ കേട്ടോ. പിന്നെ വന്നത് നമ്മുടെ സാലറി ഡീറ്റെയിൽസ്. അതായത് നമ്മുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സാലറി ഡീറ്റെയിൽസിൽ നമുക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത് ബൈ ക്യാഷ് ആയിട്ടാണോ, ആണെങ്കിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ആണെങ്കിൽ, കാരണം നമ്മൾ സാലറി സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ടാണെങ്കിൽ ഏത് ബാങ്ക് ത്രൂ ആയിരുന്നു, എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, അങ്ങനെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ നെക്സ്റ്റ് അവർ പ്രോസസ്സിങ്ങിലോട്ട് ചോദിക്കുക. അതായത് ഇപ്പോൾ പ്രോസസ്സിങ് നടക്കുന്നത് CGFNS ത്രൂ ആണ്. ഞാൻ വന്നപ്പോൾ അല്ലായിരുന്നു, ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലായിരുന്നു. ഇനി CGFNSന്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് അറിയേണ്ടവർക്ക് ഞാൻ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് അവർ ചോദിക്കുന്ന ഒരു കാര്യം, അപ്പോൾ അവർക്ക് അറിയണം നമ്മളത് തന്നെയാണോ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് പ്രോസസ്സിങ് നിങ്ങൾ ഈ ഒരു DL കിട്ടാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോസസ്സ് എന്തായിരുന്നു, പിന്നെ അതിൻ്റെ മറ്റേ DL-ന് അടച്ച ഫീസ് എത്രയാണ്, എത്ര ഡ്യൂറേഷൻ എടുത്തു, നിങ്ങൾക്ക് DL കിട്ടാൻ വേണ്ടി എത്ര ഡ്യൂറേഷൻ എടുത്തു, എക്സ്ട്രാ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവർ ചോദിച്ചിരുന്നോ, അങ്ങനെ CGFNS DL കിട്ടുന്നോടം വരെയുള്ള എല്ലാ പ്രൊസീജിയറിൻ്റെ ഓരോരോ കാര്യങ്ങളും. അതിനിടയ്ക്ക് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല, ചെയ്തവർക്ക് മനസ്സിലാവുമായിരിക്കും. കോളേജിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന്, അങ്ങനെ എല്ലാം അയക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് ഡിസിഷൻ ലെറ്റർ എത്ര, ഞാൻ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ എത്രയായിരുന്നു, അതിൻ്റെ ഫീസ് എത്രയായിരുന്നു, അങ്ങനെയുള്ള, അതായത് DL കിട്ടുന്നോടം വരെ, അതായത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് DL കിട്ടുന്നോടം വരെ എത്രയുണ്ടായിരുന്നു എന്നുള്ളത്, മീൻസ് എന്തൊക്കെയായിരുന്നു പ്രൊസീജിയർ എന്നുള്ളത്. എനിക്കൊന്ന് കുറച്ച് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. പിന്നെ അത് ക്യാപ്പിന് അഡ്മിഷൻ എടുത്തത് ഏജൻസി ത്രൂ ആണോ അതോ നിങ്ങൾ തന്നെയാണോ, അങ്ങനെയാണെങ്കിൽ ഏത് മെയിൽ ID യൂസ് ചെയ്തിട്ടാണ്. അതിപ്പോൾ അതിലൊരു ഇത് ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി ത്രൂ ചെയ്തവർക്ക് ചിലപ്പോൾ അവർ നിങ്ങളുടെ പേരിൽ ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ ക്യാപ്പിനൊക്കെ അഡ്മിഷൻ മീൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർ വിളിക്കുമ്പോഴേക്കും നിങ്ങളുടെ മെയിൽ ID എന്തായിരുന്നു, അപ്പം നമ്മുടെ മൈൻഡിലുള്ള നമ്മുടെ മെയിൽ ID എന്താ, നമ്മുടെ സ്വന്തം മെയിൽ ID. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ നമ്മുടെ മെയിൽ ID പറയും. അതും ചിലപ്പോൾ ഈ ഏജൻസിക്കാർ ചെയ്ത് നമ്മൾ ഈ ഓരോ കോളേജിലേക്ക് അയച്ചത് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇംപ്രഷനാണ്, വിസ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മെയിൽ ID ഏതായിരുന്നു എന്നുള്ളത്, പിന്നെ ഏജൻസി ത്രൂ ആയിരുന്നു നമ്മൾ പറയുവാണെങ്കിൽ ഏജൻസി ഫീസ് എത്രയായിരുന്നു, അവരുടെ മറ്റേ വെബ്സൈറ്റ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ക്യാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം.
പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്യാപ്പിന് ആ കോളേജ് ചൂസ് ചെയ്തത്? ആ കോളേജ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നോ? അല്ലെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടിങ് ലെറ്റർ കിട്ടിയോ? അവർക്ക് പൈസ കൊടുക്കേണ്ടി വന്നോ? അതായത് കോളേജുകാർക്ക് പൈസ കൊടുക്കേണ്ടി വന്നോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. പിന്നെ MIQ നമുക്കറിയാം, മാനേജ്ഡ് ഐസൊലേഷൻ ക്വാറന്റൈൻ ആണ്. അപ്പോൾ അതിന് നമ്മൾ വൗച്ചർ എടുക്കും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ. ആ വൗച്ചർ ഡീറ്റെയിൽസ് എല്ലാം അത് നമ്മളെടുത്ത മെയിൽ ID. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഇഷ്യൂസ് വന്നത് ഏജൻസി ത്രൂ ചെയ്തവർക്ക് ചിലപ്പോൾ അവരുടെ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന് വിസ റിജക്ഷൻ വരാം. അപ്പം ബെറ്റർ സ്വന്തമായിട്ടൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് അത് ത്രൂ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും. അതിനകത്തെ മറ്റേ CVV ചോദിക്കും. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയണമെന്നില്ല. ഫുൾ നെയിം, CVV, ക്രെഡിറ്റ് കാർഡ് നമ്പർ, അതിൻ്റെ എക്സ്പയറി, എല്ലാ കാര്യങ്ങളും അത്ര ഡീറ്റെയിൽ ആയിട്ട് അവരത് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് വിസയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? തന്നെയാണോ, വേറെ ആരെങ്കിലും ത്രൂ ആണോ? അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യം വന്നു? നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്? ഇമിഗ്രേഷൻ്റെ ഫീസ് എത്രയായിരുന്നു? പിന്നെ ആ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഫുള്ള്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെയാണ് ഒരു ഇത് വരുന്നത്. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ആരുടെയും ബിഹാഫിലല്ല ചെയ്യുന്നതെന്നൊരു നോ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഹിന്റ് കിട്ടാം, അല്ല നിങ്ങളല്ല ഇട്ടതെന്ന്, ഒരു ലീഗൽ അഡ്വൈസർ ത്രൂ ആണ് ഇട്ടത് എന്ന് അവർക്ക് അറിയുമ്പോൾ രണ്ടും തമ്മിൽ മിസ്മാച്ച് വരുമ്പോൾ വിസ റിജക്ഷൻ വന്നവരുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ അവർ ചോദിക്കുന്നത്, ഓക്കെ, നിങ്ങൾ ന്യൂസിലാൻഡ് എത്തിയെങ്കിൽ നിങ്ങളുടെ ന്യൂസിലാൻഡ് അക്കോമഡേഷൻ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്പോൺസർഷിപ്പ്, അതായത് വിസയ്ക്ക് ഇത് കാണിക്കണമല്ലോ, അതായത് ഇത്ര എമൗണ്ട് കാണിക്കണം എന്നുണ്ടല്ലോ. അപ്പം അതിൽ ആരാണ് സ്പോൺസർ ചെയ്തത്, ആ സ്പോൺസർ ആരുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ എന്താണ്, ആ പ്രൂഫ്, അതായത് 3 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കണം എന്നാണെങ്കിൽ ആ പൈസ എവിടെ നിന്നുണ്ടായത്, സോഴ്സും കാര്യങ്ങളും എല്ലാം അവർ ചോദിക്കും. പിന്നെ ടിക്കറ്റ്, എങ്ങനെയാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്? ഏജൻസി ത്രൂ ആണെങ്കിൽ ആ ഏജൻസിയുടെ പേരെന്താണ്? നമ്മൾ തന്നെയാണെങ്കിൽ ഏത് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണോ, ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. പിന്നെ ഫാമിലിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടു, അതായത് ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് നമ്പർ, മോളുണ്ടെങ്കിൽ മോളുടെ പാസ്പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വിസ ഇന്റർവ്യൂവിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഫ്രം ദ ബിഗിനിങ് ടു ടിൽ നൗ അവർ എല്ലാം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ OET എഴുതാൻ തീരുമാനിച്ച് OETയുടെ സ്കോർ കിട്ടിയപ്പോൾ മുതൽ, അതായത് അവർ OETയുടെ സ്കോർ ചോദിക്കും. അത് ക്ലബിംഗ് ആണെങ്കിൽ ഏതൊക്കെ ഡ്യൂറേഷനിലാണ് ക്ലബ് ചെയ്തത്, അതുമുതൽ ലാസ്റ്റ് ടിക്കറ്റ് എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ അവർ കണ്ടിന്യൂസ് ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വിസയ്ക്ക് ഇടുമ്പോൾ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുക. പിന്നെ സ്വന്തം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ വിസയുടെ ഇതിൽ പ്രോസസ്സിങ്ങിൽ. ഉണ്ടെങ്കിൽ യെസ് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള മറുപടി പറയാൻ ഇവിടെ റെഡി ആയിരിക്കണം. സ്ലാങ് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവിടെ നിന്നുള്ളവർ വിളിക്കുമ്പോൾ അവരുടെ അടുത്ത് എത്ര തവണ ചോദിച്ചാലും നമ്മുടെ മലയാളികളുടെ ഒരു ഇത് ഞാൻ കണ്ടേക്കണം. ഈവൻ എനിക്ക് പോലും നമുക്ക് പിന്നെ ചോദിക്കാൻ പേടി, അവർക്ക് എന്ത് തോന്നും എന്നുള്ളത്. അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഇല്ല. നമ്മൾ എത്ര തവണ ചോദിച്ചാലും അവർ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറയാം, അവർക്ക് മനസ്സിലാവും. നമുക്കത് അത്ര ഫെമിലിയർ അല്ല അവരുടെ ഒരു സ്ലാങ് എന്നുള്ളത്. അപ്പം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഉള്ള കാര്യം ഭയങ്കര ജെനുവിൻ ആയിട്ട് ഉള്ളതുപോലെ അവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈവൻ നിങ്ങളെ ഏജൻസി ത്രൂ ആണ് ചെയ്തത് എങ്കിലും എല്ലാ കാര്യങ്ങളും അവെയർ ആയിരിക്കുക. അതായത് എങ്ങനെയാണ് DL-ന് അപ്ലൈ ചെയ്തത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്പോൾ കൊടുത്തു, നിങ്ങളുടെ മെയിൽ ID ഏതായിരുന്നു, ആ സമയത്ത് എത്രയായിരുന്നു ഫീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിസ ഇന്റർവ്യൂ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ഇതിലെന്തെങ്കിലും വ്യത്യാസം വരാം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. അപ്പം കുറച്ച് ആൾക്കാർക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടുമല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. കുറച്ച് പേര് ഇങ്ങനെ മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതിൻ്റെ പേരിൽ വിസ റിജക്ഷൻ വരുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും വരുമോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ എൻ്റെ വിസ ഇന്റർവ്യൂ ഇങ്ങനെ അല്ലായിരുന്നു. ഓൺലി 5 minutes കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രമേ ചോദിച്ചുള്ളൂ.
പക്ഷെ ഇപ്പോഴത്തെ നിലവിൽ ഇതല്ല അവസ്ഥ എന്നറിഞ്ഞ് ഞാൻ ചോദിച്ചൊരാൾ ആൾക്കറിയാവുന്ന കുറച്ച് പേരിൽ നിന്നും കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ, ഒരു 2-3 പേരുടെ നിന്നും കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ മാത്രമാണിത്. ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ ഇതിൽ കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് ഒരു ഓവറോൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഒരു ചെറിയ ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആരുടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-20 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എത്ര പേർക്ക് ഉപകാരമാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉപകാരമാണ് എന്ന് തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിൽ എത്തട്ടെ. പിന്നെ കുറച്ച് പേര് ഇവിടെ ന്യൂസിലാൻഡ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒക്കെ ചോദിച്ചു. നിലവിൽ ഫുൾ ക്ലോസ് ആണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു അവരാദ്യം ഏപ്രിൽ 28 വരെ ആയിരുന്നു, പിന്നെ ഒരു 15 ഡേയ്സും കൂടി അവർ കൂട്ടിയിട്ടുണ്ട്. നിലവിൽ ബോർഡർ ക്ലോസ് ആണ്, ഈവൻ ആർക്കും വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ഡേറ്റ് കറക്റ്റായിട്ട് അറിയാം. അതിനകത്ത് അപ്ഡേറ്റ് കറക്റ്റായിട്ട് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനും പ്രാർത്ഥിക്കാം വേഗം ബോർഡറൊക്കെ ഓപ്പൺ ആയി എല്ലാവരും സെറ്റായിട്ട് വേഗം വരാൻ പറ്റട്ടെ. ഈ വിസ ഇൻ്റർവ്യൂ ഓൺലി ഫോർ നേഴ്സസ് ആണ് കേട്ടോ, വേറെ ആർക്കും അല്ല. അതായത് ഫാമിലീനെ കൊണ്ടുവരുന്നവർക്ക് അങ്ങനെയുള്ളതൊന്നുമല്ല, നേഴ്സുമാർക്കുള്ളത് മാത്രമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.